Hi, myself Jomi Jos, founder and chief executive officer of edX Learning. edX Learning പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ എൻട്രൻസ് കോച്ചിങ്ങിലാണ്. ഹയർ എഡ്യൂക്കേഷൻ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ +2 അതുപോലെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള എൻട്രൻസുകൾ, IITസിൽ എത്താനുള്ള എൻട്രൻസുകൾ, അതുപോലെ IIMസിലോട്ട് എത്താനുള്ള എൻട്രൻസുകൾ. ആസ് എ ഫൗണ്ടർ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിയേറ്റീവ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ അവരുടെ വിഷൻ, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന സാധനത്തെക്കാളും വലിയൊരു വിഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആൾക്കാർ ക്രിയേറ്റീവ് ടീം. അപ്പോൾ ക്രിയേറ്റീവ് ടീം ഹയർ ചെയ്യേണ്ട ഒരു ക്രിയേറ്റീവ് ടീമിൻ്റെ ബിൽഡിംഗ് സ്റ്റേജിൽ ഞാൻ ചെയ്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഹാരിസ് ആൻഡ് കോ അക്കാഡമിയിലെ ആദിൽ, അവിടെ മാർക്കറ്റ് സ്കൂളിലെ ബിസിനസ് ഉണ്ടായിരുന്നു. ആദിലിനെ ഞാൻ ആദ്യമേ കണക്ട് ചെയ്യുക ചെയ്തു. ആദിലാണ് എനിക്ക് ആ ക്രിയേറ്റീവ് ടീം ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് തന്നത്. അതായത് എൻ്റെ സോഷ്യൽ മീഡിയ മാനേജർ, എൻ്റെ ഡിസൈനർ, എൻ്റെ എഡിറ്റർ, എൻ്റെ കോണ്ടന്റ് റൈറ്റർ, എവറിത്തിങ്. കാരണം അത്രയും റിസോഴ്സ്ഫുൾ ആണ് ഹാക്ക അക്കാഡമി എന്ന് പറയുന്നൊരു സംഭവം. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ മാനേജർ എൻ്റെ കൂടെ ഉണ്ട്, മുഹമ്മദ്. ഹായ്. 1-2 ഫേംസിൽ ടെക്കിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അവരുടെ ക്രിയേറ്റീവ് ടീം ലീഡ്സിനോട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഒരു മാസം കൊണ്ട് യു കാൺ ബിൽഡ് ദിസ് എന്നാണ് പറയുന്നത്. ഒരു മാസം കൊണ്ട് ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ബിൽഡ് ചെയ്യാം, പക്ഷേ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒരു മാസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ബിൽഡ് ചെയ്തു. ഒരു മാസം കൊണ്ട് ബിൽഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കേസ് എന്താണെന്നറിയാം, ഫ്രം ഡേ 1 യു ഗോട്ട് ദ ഡിസിപ്ലിൻ. എനിക്കൊരു ബിസിനസ് റൺ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളത് കാരണം എന്താ പറയുക, ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതും എല്ലാം പറഞ്ഞു തന്നതും. എനിക്ക് ഓർമ്മയുണ്ടോ ഫസ്റ്റ് ജോയിൻ ചെയ്ത ദിവസം അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ എടുത്ത സംഭവം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓൺലൈനിൽ ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു ഇന്റർവ്യൂ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് തിങ് വാസ് ലൈക്ക്, ജോമിനോട് ചോദിച്ചത്, ഇങ്ങനെ ഒരു കമ്പനി നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ വിഷൻ എന്തായിരിക്കും? അപ്പോൾ ലൈക്ക് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് ഞാൻ ഷെയർ ചെയ്തു. ജോമിക്ക് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് ഓക്കെ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ആണല്ലോ, അതുകൊണ്ടാണല്ലോ. edX ലേണിംഗിലെ പ്രോഡക്റ്റ് എപ്പോഴും നല്ലതാണ്. edX ലേണിംഗ് വരുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ edX ലേണിംഗിലെ പ്രോഡക്റ്റ് എന്തുമാത്രം നല്ലതാണ്, ആ വിഷൻ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നൊരു തിയറി മുഹമ്മദ് ബിൽഡ് ചെയ്ത് വെച്ചത് വിത്ത് ഹിസ് ടീം. മുഹമ്മദ് ടീമിനെ ബിൽഡ് ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മുടെ റിക്വയർമെന്റ് വാസ് ടു ഹെവി. നമ്മുടെ റിക്വയർമെന്റ് ഇച്ചിരി ഹെവി ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കോണ്ടന്റ്സിന്റെ ആവശ്യകത അത്രയ്ക്ക് കൂടുതലായിരുന്നു. ഈ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കോണ്ടന്റ് റൈറ്ററെ ഹയർ ചെയ്യുക, അല്ലെങ്കിൽ കോണ്ടന്റ് സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഹാക്ക് ചെയ്യുന്ന ഹയർ ചെയ്യാം. വേറെ ഓപ്ഷൻ നോക്കിയാൽ ഹാക്ക് ചെയ്യുന്നതിനെ ഹയർ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നമുക്ക് അന്നയെ കിട്ടുന്നത്. അന്ന, വെൽക്കം. edX ലേണിംഗിലൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്, ഹാക്കയിൽ പഠിച്ച ഓരോ കാര്യങ്ങളുണ്ട്. വാട്ട് വാസ് ദ കോമൺ തിങ്? കുക്ക് ചെയ്തായിരിക്കണം, ഇങ്ങനത്തെ ഒരു ക്യാച്ച് ആയിരിക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കുറച്ചും കൂടി ഒരു റിയൽ വേൾഡ് ലൈഫിലേക്ക് വരുന്നത് edXൽ വന്നതിന് ശേഷമാണ്. അന്ന edX ലേണിംഗിലോട്ട് ഒരു ഇന്റേൺ ആയിട്ടാണ് വന്നത്. അന്നയുടേതായ കുറെ സ്കിൽ സെറ്റ് അന്നയ്ക്കുണ്ട്. എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് അന്നയ്ക്ക് അറിയാം, എങ്ങനെയാണ് ടീമിൽ ഒരു ടീം പ്ലെയർ ആകേണ്ടതെന്ന് അറിയാം. അതായത് കോണ്ടന്റ് റൈറ്റിംഗ് അല്ലെ കോണ്ടന്റ് സ്ട്രാറ്റജീസ് ഫേമിന്റെ വിഷനുമായിട്ട് അലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിംഗ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് പുട്ട് ഔട്ട് ചെയ്യേണ്ടത് അന്നയ്ക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നോർമലി എല്ലാവരും അത് അഡാപ്റ്റ് ആകാൻ ഒരു 2 weeks to 1 month അല്ലെങ്കിൽ ഒരു 6 weeks ഒക്കെ എടുക്കാറുണ്ട്. അന്ന എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് edX ലേണിംഗിലെ സാഹചര്യത്തിലോട്ട് ഇത്ര പെട്ടെന്ന് പൊരുത്തപ്പെട്ടത്? ഞാനിപ്പോൾ ഹാക്കറാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കൂടുതലും പ്രാക്ടിക്കൽ പ്രൊജക്ട്സ് ആണ് ചെയ്യാനുള്ളത്. ലൈക്ക് തിയറിനേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ ഇത് വരുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടാവും മിക്കവാറും. അന്ന വന്ന അന്ന് തൊട്ട് തന്നെ അന്നയ്ക്ക് കാര്യം മനസ്സിലായി. ഫസ്റ്റ് തിങ്, ഹൗ ഫാസ്റ്റ്, ഹൗ റാപ്പിഡ് വി ആർ ഗോയിങ് എന്നുള്ള കേസ് മനസ്സിലായി. എന്താണ് അന്ന ചെയ്യേണ്ടത് എന്നുള്ള കേസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അന്നയ്ക്ക് മനസ്സിലായി. ഷീ ജസ്റ്റ് ഫയർഡ് അപ്പ്, ഷീ ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് ഹെർ തിങ്സ്. അതാണ് അന്നയുടെ ഏറ്റവും വലിയ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളാട്ടോ. എഡിറ്ററെ ഹയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ എഡിറ്ററെ ഹയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ HR-നോട് പറയുന്ന ഒറ്റ കേസാണ്, വരുന്നു, ട്രാൻസ്ലേഷൻ ഇടുന്നു, ലെറ്റർ അടുക്കി വെക്കുന്നു, പോകുന്നു, അങ്ങനെ ആളെ വേണ്ട. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഹാക്കെ തന്നെ വിളിച്ചു. ഹാക്കയിൽ നിന്ന് കണക്ട് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു, നേരെ സർഫാസിനെ ഓൺബോർഡ് ചെയ്തു. സർഫാസ് ആണ് ഇപ്പോൾ കാണുന്ന ആ വീഡിയോസിൻ്റെ ഒക്കെ പുറത്ത് ഉള്ള ഒരു edX ലേണിംഗിൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാവും. സോ ഹിയർ ഈസ് മൈ തേർഡ് മാൻ, സർഫാസ്. ബേസിക്കലി ഞാൻ പറയുമ്പോൾ, ഞാൻ ഫസ്റ്റ് ഒരു CapCut യൂസർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അപ്സ്കില്ല് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കോഴ്സ് എടുക്കാമെന്ന് കുറെ തെരഞ്ഞ് അങ്ങനെ നമ്മൾ ഹാക്ക ചൂസ് ചെയ്യുന്നത്. ഹാക്കിൽ നിന്നുള്ള മെന്റർഷിപ്പും കാര്യങ്ങളും പിന്നെ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും പിന്നെ പുതിയതായിട്ട് റിസർച്ച് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടിയിരുന്നു. സാധാരണ എല്ലാവരും അതിന് സമയം വേണം, ഇതിന് സമയം വേണം എന്നൊക്കെ പറയുമ്പോൾ സർഫാസ് ലൈക്ക് സ്വിച്ച് ഇടുന്ന പോലെയാണ്. എവറിത്തിങ് ഈസ് സോ ഫാസ്റ്റ്, സോ ഗുഡ്, വിത്ത് സോ മച്ച് പെർഫെക്ഷൻ എവറിത്തിങ്. പഠിക്കുന്നതും ഈ ജോബ് ചെയ്യുമ്പോൾ ആയിട്ടുള്ള വ്യത്യാസം എന്താണ് ആക്ച്വലി? പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഇല്ല, നമുക്ക് ടൈം അതിന് ഉള്ളപ്പോൾ ചെയ്യാം, അങ്ങനെയാണ്. പക്ഷെ ഓഫീസ് ജോബ് എന്ന് പറയുമ്പോൾ
നമ്മൾ കമ്മിറ്റ്മെന്റ് ആണ്, പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ വീഡിയോ എടുക്കാൻ നേരത്തെ സർഫാസ് ആണ് കോണ്ടന്റ് അവർ ടീം കൊണ്ടുവരുമ്പോഴും സർഫാസ് ആണ് അതിന്റെ പ്ലേസ്മെന്റ്സ് കാര്യങ്ങളും എല്ലാം നോക്കുന്നതും സെറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഔട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി പേജിന്റെ റീച്ചിലായാലും അല്ലെങ്കിൽ വീഡിയോസിന്റെ റീച്ചിലായാലും ഒരുപാട് കൂടിയിട്ടുണ്ട്. അതൊക്കെ സർഫാസിന്റെ ആ ഒരു സ്കിൽ സെറ്റ് ഷോക്കേസ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പം നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ആരെയാണ് ഹയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്ലേയേഴ്സിനെയാണ് നമ്മൾ ടീമിലോട്ട് എടുക്കുന്നത്, ഫേം ബിൽഡിങ്ങിന് വേണ്ടി എടുക്കുന്നത് എന്നൊരു കാര്യമാണ് ഏറ്റവും എല്ലാവരും അലട്ടുന്നൊരു പ്രശ്നം. അപ്പം ഞാനൊരിക്കലും എംപ്ലോയീസിനെ അല്ല എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ടീം ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫേം ബിൽഡ് ചെയ്യാൻ വേണ്ടി അത്രയും കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പക്ഷേ ഓവർ സ്മാർട്ട് അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവർക്ക് വലിയ മാർക്കൊന്നും കാണത്തില്ലായിരിക്കും, അവർക്കൊരു 60% അല്ലെങ്കിൽ 80% നടുക്കൊക്കെ ആയിരിക്കും അവരുടെ മാർക്ക്. അവർക്ക് പക്ഷേ 10 കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരേ വിഷനിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. നല്ല ഡെഡിക്കേഷനുള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരെ ആയിരിക്കും ഞാൻ എപ്പോഴും ടീമിൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം അങ്ങനൊരു ടീം ആണെങ്കിൽ അതിന് ഭയങ്കര പോസിറ്റീവ്സ് ഒരുപാടാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ ടീമുമായിട്ടുള്ള കോർഡിനേഷൻ ഭയങ്കര അടിപൊളിയായിരിക്കും. രണ്ടാമത്തെ കേസ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അവരുടെ വർക്ക് അല്ലെങ്കിൽ വർക്ക് എത്തിക്സ് അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നല്ല രീതിക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ടീം കോർഡിനേഷൻ ആൻഡ് വിഷൻ. നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല അത് ചെയ്യേണ്ടത്, നമ്മളൊരു ടീമിൻ്റെ കൂടെ ആയിരിക്കും ചെയ്യേണ്ടത്. ആ ടീമിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ട്. ഓക്കെ, ടീമിലെ ടീം ലീഡ് കാണും, അസോസിയേറ്റ്സ് കാണും, എക്സിക്യൂട്ടീവ്സ് കാണും, കോർഡിനേറ്റേഴ്സ് കാണും. സോ ഇതൊരു പ്രോസസ് ഫ്ലോ ആണ്. ഒരു ഫേം റൺ ചെയ്യുക അല്ലെങ്കിൽ ഫേമിലെ ഡിഫറെൻറ്റ് റോൾസ് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രോസസ് ഫ്ലോ ആണ്. ലൈക്ക് എ വീൽ. ഒരു വണ്ടി ഓടണമെങ്കിൽ 4 ടയറാണെങ്കിൽ 4 ടയർ ഒരേപോലെ കറങ്ങിയാലേ വണ്ടി ഓടത്തുള്ളൂ. അപ്പോൾ അതേ സെനാരിയോ ആണ് ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഫേമിലുള്ളത്. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് ആണ് സ്വാഭാവികമായിട്ടും ഞാനൊരു ടീം പ്ലെയർ. എപ്പോഴും ഞാൻ പറയുന്നു, ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ ആൻ എംപ്ലോയി, ഐ എം ഓൾവേസ് ലുക്കിംഗ് ഫോർ എ ടീം പ്ലെയർ. ഞാനൊരു ടീം പ്ലെയറെ, ടീം ബിൽഡ് ചെയ്യുന്ന ഒരാളെയാണ് ഞാൻ. എഡക്സി ലേണിങ്ങിലോട്ടും അതുപോലെ തന്നെയുള്ള ഏത് വെഞ്ചർ ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിഫർ ചെയ്യുന്നു ടു ഹയർ. ഇപ്പോൾ പ്രൊഫഷണലി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരുടെ ഫസ്റ്റ് ഒരു വിഷൻ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ദേ ഷുഡ് ഹാവ് എ ബ്രോഡർ വിഷൻ. വലിയൊരു വിഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, വാട്ട് വി ക്യാൻ കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ വാട്ട് വി ക്യാൻ ബിൽഡ് ആക്ച്വലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിനാണ് ആക്ച്വലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ OnePlusന്റെ ടാഗ് ലൈൻ കണ്ടിട്ടുണ്ടോ? OnePlusന്റെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നെവർ സെറ്റിൽ എന്നാണ്. ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ട ഒരു സാധനം അത് തന്നെ. ഇത് മതി എന്നല്ല, നെവർ സെറ്റിൽ.